KSRTC സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രം ആദ്യഘട്ടത്തിൽ 100 ദിവസം പഠിക്കും. അതിനുശേഷം രണ്ടാം ഘട്ടം നടപ്പിലാക്കും. KSRTCക്കുള്ള തിരിച്ചടവ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഗതാഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മീഡിയ വൺ പുറത്തുവിടുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി RB സനൂപാണ് ചേരുന്നത്. സനൂപ്, ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പാക്കിയാൽ തന്നെ ലക്ഷങ്ങൾ കോടികൾ നഷ്ടം വരും. ആ നഷ്ടം സഹിക്കാൻ 100 ദിവസത്തെ പഠനത്തിന് ശേഷം അത് നിരീക്ഷിച്ച ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്നാണോ ഇന്നത്തെ തീരുമാനം? വിനിഷാൽ, ഈ മാസം 15-ാം തീയതി മുതലാണ് KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് ആദ്യ പ്രഖ്യാപനമായിരുന്നു KSRTCയിലെ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര. പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടും തീരുമാനമൊന്നും എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിരുന്നില്ല. പക്ഷേ ഇന്ന് ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. വിശദമായിട്ടുള്ള ചർച്ച തന്നെയാണ് നടന്നത്. KSRTC പ്രതിനിധികൾ, ധനകാര്യ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, അതേപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കാരണം 15-ാം തീയതി ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബുധനാഴ്ച മന്ത്രിസഭാ യോഗമുണ്ട്. അപ്പോൾ ആ മന്ത്രിസഭാ യോഗത്തിലേക്ക് അജണ്ടയായിട്ട് ഈ വിഷയം വരും. അപ്പോൾ അതിനു മുമ്പേ തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ചർച്ച നടന്നത്. എന്തായാലും ഓർഡിനറി ബസ്സിൽ മാത്രം KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ മതിയെന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. 57 കോടി രൂപ അങ്ങനെ KSRTCക്ക് നഷ്ടം വരും. ഇത് ഏത് രീതിയിൽ തിരിച്ചടവ് എന്നുള്ള കാര്യത്തിൽ ചർച്ച നടന്നെങ്കിലും ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കണമോ, ബാങ്ക് വഴി നടപ്പിലാക്കണമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി സ്വീകരിക്കണമോ എന്നതിൽ ചർച്ച ഉണ്ടായില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഈ ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കിയാൽ മതിയെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെയും തീരുമാനം. പക്ഷേ മുഖ്യമന്ത്രി എന്താണോ എടുക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നായിരുന്നു അവരുടെ നിലപാട്. ഇന്നിപ്പോ ഈ ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കുന്നത് ആദ്യഘട്ടം എന്നോണം മാത്രമാണ്. 100 ദിവസം പഠിച്ച ശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് പോവുക. ഈ കാരണം വടക്കൻ ജില്ലകളിലടക്കം ഓർഡിനറി ബസ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഈ സ്ത്രീ സൗജന്യ യാത്ര ഫലം കാണില്ല. അതുകൊണ്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ കൂടി നടപ്പിലാക്കണമെന്നൊരു ആവശ്യം വന്നിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഓർഡിനറി ബസ്സിൽ നടപ്പിലാക്കി 100 ദിവസം പഠിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പിലാക്കിയാൽ മതി എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അന്തിമ തീരുമാനം ഇനി ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഉത്തരവിറക്കിയായിരിക്കും 15-ാം തീയതി മുതൽ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. KSC വഴിയാണ് തിരിച്ചടവെങ്കിൽ അതിന്റെ പലിശ എത്ര എന്നുള്ളതൊക്കെ അടക്കമുള്ള ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാവും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രം KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും മന്ത്രിസഭാ യോഗമായിരിക്കും ചർച്ച ചെയ്യുക. അതായത് 15-ാം തീയതി എന്ന കാര്യം ഡേറ്റ് തീരുമാനമായി. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 15-ാം തീയതി മുതൽ തന്നെ ഈ സ്ത്രീ സൗജന്യ യാത്ര കൊടുക്കും. അതിപ്പോ ഓർഡിനറി ബസ്സിലായിരിക്കും ആദ്യഘട്ടത്തിൽ കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നഷ്ടക്കണക്കൊക്കെ KSRTC നേരത്തെ കൊടുത്തിരുന്നു. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കണമെങ്കിൽ 57 കോടി രൂപ നഷ്ടമുണ്ടാകും. ഇനി ഓർഡിനറി ബസ്സിലും സിറ്റി ഫാസ്റ്റിലും കൂടെ നടപ്പിലാക്കണമെങ്കിൽ 65 കോടി. ഓർഡിനറിയിലും ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടെ നടപ്പിലാക്കിയാൽ 90 കോടി രൂപ നഷ്ടം. മൊത്തം ബസ്സുകളിലും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുന്നതാണ് KSRTC നൽകിയിട്ടുള്ള കണക്ക്. അതിൽ തന്നെ 3 മാസത്തെ കണക്ക് മാത്രമാണ് ഇത്. അത് കഴിയുമ്പോൾ ഈ സ്ത്രീകളുടെ എണ്ണമടക്കം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ 3 മാസവും ഈ പറയുന്ന നഷ്ടക്കണക്ക് നൽകാനാണ് KSRTC തീരുമാനിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഓർഡിനറി ബസ്സിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ KSRTCക്ക് 57 കോടി രൂപ സർക്കാർ നൽകേണ്ടി വരും. പക്ഷെ അത് ഏത് രീതിയിലാണ് നൽകുക എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടായില്ല. അത് ഏത് രീതിയിൽ വേണമെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ധനകാര്യ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രതിനിധികൾ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ വഴിയാണ് നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ പലിശ തിരിച്ചടവ് എത്രയായിരിക്കും? വായ്പ എടുത്ത് KSRTCക്ക് നൽകും, അതിന്റെ തിരിച്ചടവ് സർക്കാർ നൽകും. ആ രീതിയിലായിരിക്കുമോ, അതല്ലെങ്കിൽ ബാങ്ക് കൺസോർഷ്യം വഴി പെൻഷൻ മറ്റൊക്കെ കൊടുക്കുന്ന രീതിയിൽ ആയിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ധനകാര്യ സെക്രട്ടറി ആയിരിക്കും തീരുമാനിക്കുക. 15-ാം തീയതി മുതൽ KSRTC പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ യാത്ര എന്തായാലും ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത് 100 ദിവസത്തെ പഠനത്തിന് ശേഷം മാത്രമായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടക്കണക്ക് നേരത്തെ തന്നെ KSRTC സൂചിപ്പിച്ചതാണ്. KSRTCക്ക് മാസാമാസം സർക്കാർ ഒരു തുക നൽകുന്നുണ്ട് KSRTCയെ മുന്നോട്ട് ഓടിക്കാൻ വേണ്ടി. ഇതിന് പുറമെയാണ് ഇനി സൗജന്യ യാത്ര കൂടി നടപ്പാക്കാൻ പോയാൽ ആ തുക കൂടി ഇതിന് പുറമെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അധിക ബാധ്യതയാണ് സർക്കാരിന് വരുന്നത്. ഈ ഒരു വെല്ലുവിളി അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത്?
തീർച്ചയായിട്ടും. കാരണം സർക്കാരിന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവാതെ വഴിയില്ല. കാരണം ഈ സർക്കാർ അധികാരത്തിലേറാന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് KSRTC ഫ്രീ സൗജന്യ യാത്ര പ്രഖ്യാപനം. അത് മറ്റാരുമായിരുന്നില്ല പ്രഖ്യാപിച്ചത്, രാഹുൽ ഗാന്ധി തന്നെയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് അത് കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചത്. അങ്ങനെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ജൂൺ 15 മുതൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അത് നടപ്പിലാക്കുക എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആയതുകൂടി തന്നെ ഒരു കാരണവശാലും KSRTCക്കുള്ള തിരിച്ചടവ് മുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്നാണ് തീരുമാനം. അത് ഈ 57 കോടി രൂപയാണ് അതുവഴി ഉണ്ടാവുന്ന നഷ്ടം. അത് ഏത് രീതിയിലെന്നുള്ളത് ഉടനെ തീരുമാനിക്കും. പക്ഷേ ഇങ്ങനെ പോയാൽ മതി എന്നാണ് എടുത്തിട്ടുള്ള തീരുമാനം. നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു ആക്ഷേപം, അതായത് ഗതാഗത വകുപ്പിന്റെ മനസ്സിലും ഓർഡിനറിയിൽ മാത്രം മതി എന്നായിരുന്നു. പക്ഷേ ഈ വടക്കൻ ജില്ലകളിൽ, ഈ എറണാകുളത്തിനപ്പുറമുള്ള മറ്റ് ജില്ലകളെല്ലാം തന്നെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ്, ഡിപ്പോകളുടെ എണ്ണം കുറവാണ്. ആ സമയത്ത് അവിടെ ഓർഡിനറി ബസ്സുകൾ മാത്രം ഫ്രീ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഇതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നും തന്നെ ഉണ്ടാവില്ല. തെക്കൻ ജില്ലകളിൽ മാത്രമായിട്ട് ഇത് ഒതുങ്ങിപ്പോകുന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. പക്ഷേ എന്നാൽ പോലും പഠിച്ച ശേഷം മതി ഫാസ്റ്റ് പാസഞ്ചറിലും മറ്റു ബസ്സുകളിലേക്കും നടപ്പിലാക്കുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും മന്ത്രിസഭാ യോഗമായിരിക്കും ഇതിന്റെ അവസാനഘട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതിനുശേഷം ഉത്തരവിറക്കി ഇത് നടപ്പിലാക്കും. 100 ദിവസം ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിന് രണ്ടാം ഘട്ടം അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക. ഓർഡിനറിയിൽ നടപ്പിലാക്കി നോക്കാമെന്ന് KSRTC മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ അന്നും മുഖ്യമന്ത്രി അതിന് എതിർപ്പ് പറഞ്ഞിരുന്നു. ഓർഡിനറിയിൽ മാത്രമല്ല, എല്ലാ ബസ്സുകളിലും, കഴിയുന്ന എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനാണ് ഉദ്ദേശം ഈ സർക്കാർ ആലോചിക്കുന്നത്. ആ തരത്തിലാണ് എന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. പക്ഷേ ഏത് രീതിയിലാണ്, ഏത് ഘട്ടത്തിലേക്കാണ് ഈ KSRTCയിലെ സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രമാക്കാമെന്ന് ഇന്നത്തെ ആ ഒരു കൂടിയാലോചനയിൽ തീരുമാനമായത്? ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചിരുന്നു. ആദ്യമേ മൊത്തം ബസ്സുകളിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നുള്ള കാര്യം. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന തീരുമാനപ്രകാരമാണെങ്കിൽ ഘട്ടം ആയിട്ട് തന്നെയായിരിക്കും KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്ര